അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രാരാബ്ദങ്ങളുടെ നടുക്കടലിൽ നിന്നും ഒരു കര തേടിക്കൊണ്ട് മലനിരകളും പച്ചപ്പുമുള്ള മലയാള നാടിന്റെ തിരക്കുള്ള പട്ടണങ്ങളിൽ നിന്നും സമ്പന്നതയെ മടിത്തട്ടിൽ സൂക്ഷിക്കുന്ന അറബ് നാട്ടിലേക്ക് പറന്നുയരുന്ന ഒത്തിരി മലയാളികൾ. ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളിൽ എത്തിയാൽ പിന്നെ അവർക്ക് പ്രവാസി എന്ന അഡ്യത്വമുള്ള ഒരു പേരും. എന്നാൽ അവരുടെ ജീവിതം എങ്ങനെയെന്നറിയണ്ടേ? ഖത്തറിലെ സനയ്യ അഥവാ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ എന്റെ ജോലി സങ്കേതമായ ബോംബെ സീറ്റ് ഹൗസ്. ചുട്ടുപൊള്ളുന്ന ഈ മരുമണ്ണിൽ എയർ കണ്ടീഷനാൽ ശീതീകരിച്ച ചില്ലുവാതിലുള്ള ഈ പീഡിക മുറിക്കുള്ളിൽ എന്റെ ജീവിതം ആരംഭിക്കുകയായി. ഗുലാബ് ജാമിന്റെയും രസമലായിയുടെയും മൈസൂർ പാക്കിന്റെയും എല്ലാം മധുരം നിറഞ്ഞ ഒരു കൊച്ചു ലോകം. അതിന്റെ എല്ലാം സ്വാദറിയാൻ വേണ്ടി ഇവിടെ എത്തുന്ന പഞ്ചാബികളും മിസറികളും തുടങ്ങി ഒരു പറ്റം ജനത. രണ്ടു വർഷത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ദിനരാത്രങ്ങൾ തള്ളി നീക്കി നെടുവീർപ്പിടുക. ഈ അറബ് നാട്ടിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങളും സുഖങ്ങളും കണ്ട് എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും മറന്ന് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ ശ്രമിക്കുക. അങ്ങനെയെല്ലാം മറക്കാനും ഓർക്കാനും ശ്രമിച്ചല്ലേ പറ്റൂ. എത്ര
നാട്ടിലുള്ളവർക്ക് വിശപ്പ് മാറാൻ, ഒന്ന് സുഖമായി ഉറങ്ങാൻ പ്രവാസികൾ മനസ്സമാധാനമില്ലാതെ ഉറങ്ങുന്ന അട്ടിയിട്ട കട്ടിലുകൾ. മോഹങ്ങൾക്ക് മേൽ മോഹങ്ങൾ അട്ടിയിട്ട പോലെ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഈ 4 മതിൽക്കെട്ടിനുള്ളിലെ അട്ടിയിട്ട കട്ടിലുകളിൽ ഉറങ്ങുന്നു. വീശിയടിക്കുന്ന ചൂടുകാറ്റിന്റെ മൂളിച്ചയിൽ സ്വയം വിയർപ്പ് വിറ്റ് വീട്ടുകാരുടെ സ്വപ്നങ്ങളും വിശപ്പും പൂവണിക്കുന്നവർ. ഇവർക്ക് പറയാനുള്ളത് ഈ ചുമർകെട്ടുകൾക്ക് മാത്രം അറിയാം. അട്ടിയിട്ട ഈ കട്ടിലുകളിലെ മൂട്ട കുത്തുന്ന നിമിഷങ്ങൾക്കും അറിയാം. കെട്ടിപ്പിടിച്ചു കരയുന്ന തലയിണകൾക്കും അറിയാം. വീട്ടിലെ ഓരോ ആകാശങ്ങളും സിഡിയിലും കമ്പ്യൂട്ടറിലുമൊക്കെയായി കാണാൻ മാത്രം വിധിക്കപ്പെട്ടവർ. മണവട്ടി വരവായി മാലയിട്ട് പട്ടുചൂടി മർഹവമേളമായി പെൺകിടാങ്ങൾ പാട്ടുപാടി. മണവട്ടി വരവായി മാലയിട്ട് പട്ടുചൂടി മർഹവമേളമായി പെൺകിടാങ്ങൾ പാട്ടുപാടി. പുതുമൊഴി കേട്ടു മെല്ലെ നാണമോടെ നിൽക്കുകയാൽ കവിള പൂത്തുലഞ്ഞു പവിഴമല്ലിപ്പൂവ് പോലെ. പുതുമൊഴി കേട്ടു മെല്ലെ നാണമോടെ നിൽക്കുകയാൽ കവിള പൂത്തുലഞ്ഞു പവിഴമല്ലിപ്പൂവ് പോലെ. മണവട്ടി വരവായി മാലയിട്ട് പട്ടുചൂടി മർഹവമേളമായി പെൺകിടാങ്ങൾ പാട്ടുപാടി. എല്ലാം പറഞ്ഞ് തേങ്ങിക്കരയാൻ നേർക്കുനേർ കൊളുത്തിയിട്ട കുളിമുറികളിലെ കണ്ണാടികൾ മാത്രം. ഒന്ന് കരയാൻ പോലും ക്യൂ നിൽക്കേണ്ട പ്രവാസം. മുഖം കഴുകി പിന്നെയും പുറത്തിറങ്ങുമ്പോൾ കൺമുന്നിൽ നെഞ്ചുപൊട്ടുന്ന ജീവിതങ്ങൾ. സ്വന്തം ഉമ്മയെ ഓർമ്മ വരുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പുറത്തുള്ള ആൾക്കൂട്ടത്തിലേക്കൊന്ന് നോക്കും. എത്ര ഉമ്മമാർ പ്രസവിച്ച മക്കൾ, അതിൽ ഒരാൾ മാത്രമാണല്ലോ ഞാനെന്ന് ആശ്വസിക്കും. ഒടുവിൽ കാലം കഴിയും മുമ്പേ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടെ കൊണ്ടുപോവാൻ പ്രവാസി എന്ന ഒരു ഓമനപ്പേരും ഒരുപാട് ഗുളികകളും മാത്രം ബാക്കി. തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം കിട്ടാത്ത മൂട്ട കുത്തുന്ന ഓർമ്മകൾ. ജീവിതം ഇങ്ങനെയൊക്കെയാണല്ലോ.
എല്ലാം സഹിക്കാനും പൊറുക്കാനും ശ്രമിച്ചല്ലേ പറ്റൂ. പരമകാരുണികനായ നാഥന്റെ കൽപ്പനയിൽ ജീവിതമർപ്പിച്ച് അവന്റെ മുന്നിൽ തല കുനിക്കുമ്പോൾ എല്ലാം സുഖമുള്ള ഒരു ഓർമ്മയായി മാറിടും. സർവശക്തനായ അല്ലാഹുവിന് മാത്രം സ്തുതി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ.